എൻ്റെ പേര് ബിനു ബിജു. ഞാൻ വരുന്നത് തൊടുപുഴ കൂടിക്കുളം എന്ന സ്ഥലത്തു നിന്നാണ്. ഞാനൊരു യാക്കോബ സഭയിൽപ്പെട്ട ആളാണ്. ഞാൻ ആദ്യമേ തന്നെ സാക്ഷ്യം പറയാൻ വൈകിയതിൽ യേശു അപ്പയോടും അമ്മ മാതാവിനോടും ക്ഷമ ചോദിക്കുന്നു. ഞാൻ 2021 ആഗസ്റ്റ് 10 ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത്. ഞാൻ ഉടമ്പടി എടുക്കാൻ വന്നതിൻ്റെ കാരണം എൻ്റെ ഭർത്താവിൻ്റെ അമിതമായ മദ്യപാനവും കുടുംബസമാധാനമില്ലാത്ത അവസ്ഥയിലുമായിരുന്നു ഇവിടെ വന്നത്. പിന്നെ എനിക്ക് സ്ഥിരമായിട്ടൊരു ജോലിയില്ലായിരുന്നു. ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് കൃത്യം ഉടമ്പടി 1ാമത്തെ പുതുക്കി 2ാമത്തെ മാസം തന്നെ എൻ്റെ ഭർത്താവിൻ്റെ മദ്യപാനം മാറുകയും എല്ലാ ആഴ്ചയിലും പള്ളിയിൽ പോവുകയും കുർബാന കൊള്ളുകയും സന്ധ്യാപ്രാർത്ഥന കൃത്യമായി കൂടുകയും ചെയ്യുന്നു. പിന്നെ എനിക്ക് കൃത്യമായിട്ടും സ്ഥിരമായിട്ടും ഒരു ജോലി തന്ന് മാതാവ് അനുഗ്രഹിച്ചു. എൻ്റെ 2ാമത്തെ സാക്ഷി എന്ന് പറയുന്നത്, എനിക്കൊരു ഫംഗസിൻ്റെ അലർജി രോഗം ഉണ്ടായിരുന്നു. അത് കുറേ നാൾ മരുന്ന് കഴിച്ചിട്ട് ഒന്നും മാറണില്ല. അപ്പം ഞാൻ മാതാവിനോട് തൈലം തൂത്തുകൊണ്ട് പറഞ്ഞു, അമ്മയെ എനിക്ക് ഉപവാസം എടുക്കണമെങ്കിൽ ഈ മരുന്ന് കഴിക്കൽ നിർത്തണം. അപ്പം അതുകൊണ്ട് അമ്മ എനിക്കിത് പൂർണ്ണമായിട്ട് മാറ്റി തന്നെന്ന് പറഞ്ഞു. പിന്നെ എനിക്ക് മരുന്ന് കഴിക്കാനുള്ള ഇട വന്നില്ല. 2 വർഷത്തോളമായിട്ട് എനിക്കിപ്പോൾ അങ്ങനെ ഒരു ഫംഗസിൻ്റെ അസുഖമില്ല. 3ാമതായിട്ട് എൻ്റെ മകന് ഡിഗ്രി കഴിഞ്ഞിട്ട് ഇനി ഏത് കോഴ്സിന് ചേർന്ന് പഠിക്കണമെന്ന് അറിയില്ലായിരിക്കുമായിരുന്നു. അവന് പുറത്തു പോയി MBA എടുക്കാനായിരുന്നു ആഗ്രഹം. സാമ്പത്തികമായിട്ട് വളരെ ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് അതിന് സാധിച്ചില്ല. ഞാനപ്പോൾ ഉടമ്പടിയിൽ വെച്ചു, അമ്മ എൻ്റെ മോന് പറ്റിയ കോഴ്സ് അമ്മ തിരഞ്ഞെടുത്ത് കൊടുക്കണമെന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ മോൻ പറഞ്ഞു, മമ്മി എനിക്ക് സിവിൽ സർവീസ് പഠിക്കാനാണ് ആഗ്രഹം എന്ന് പറഞ്ഞു. സിവിൽ സർവീസ് എന്ന് പറഞ്ഞാൽ എന്താണെന്നൊന്നും എനിക്കറിയില്ല. മോൻ പറഞ്ഞു, മോനിപ്പോൾ അത് പഠിച്ചുകൊണ്ടിരിക്കുന്നു. മോനത് വിജയിക്കാൻ പറ്റിയില്ല. പക്ഷേ എങ്കിലും എൻ്റെ അമ്മ മാതാവ് തിരഞ്ഞെടുത്ത് കൊടുത്ത വിഷയമായതുകൊണ്ട് എൻ്റെ മകന് ഉന്നത വിജയം കിട്ടുമെന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു. പിന്നെ എനിക്ക് വചനം പറയാനും പഠിക്കാനും ഭയങ്കര ആഗ്രഹമായിരുന്നു. ഞാനത് ഉടമ്പടിയിൽ വെച്ചു, മാതാവേ എനിക്ക് വചനം പറഞ്ഞ് പ്രാർത്ഥിക്കാനുള്ള കൃപ തരണമേ എന്ന്. ഞാൻ ബൈബിള് വായിച്ചു കഴിയുമ്പോൾ ചില വചനങ്ങൾ എൻ്റെ ഹൃദയത്തിൽ തട്ടും. ഞാനത് അപ്പോൾ തന്നെ ഒരു ബുക്കിലേക്ക് എഴുതി വെച്ചിട്ട് 2 പ്രാവശ്യം ആവർത്തിച്ച് പറയുമ്പോഴേക്കും ഞാനത് പഠിക്കും. ഇപ്പോൾ ഒരു 40ഓളം വചനങ്ങൾ കാണാതെ പറയുവാൻ അമ്മ എന്നെ അനുഗ്രഹിച്ചു. ഞാൻ ഇത്രയും വചനങ്ങൾ എനിക്ക് പറയാൻ എന്നെ അനുഗ്രഹിച്ച എൻ്റെ അമ്മ മാതാവിന് വേണ്ടിയിട്ട് 2 വചനം ഞാനിവിടെ സമർപ്പിക്കുന്നു. ഹെബ്രായർ 4:12. കർത്താവിൻ്റെ വചനം സജീവവും ഊർജ്ജസ്വലവും ഇരുതല വാളിനേക്കാൾ മൂർച്ചയേറിയതും സന്ധിബന്ധങ്ങളിലും ആത്മാവിലും ചേതനയിലും തുളച്ചേറി ഹൃദയത്തിലെ വിചാരങ്ങളെയും നിയോഗങ്ങളെയും വിവേചിച്ചറിയുന്നു. 2 മക്കബയർ 8:18. നമുക്കെതിരെ വരുന്ന ശത്രുവിനെയും ലോകം മുഴുവനെ തന്നെയും അങ്കുലി ചലനം കൊണ്ട് തറപറ്റിക്കാൻ കഴിയുന്ന സർവശക്തനായ ദൈവത്തിലാണ് നമുക്ക് പ്രത്യാശ. ഇത്രയും വചനങ്ങൾ ബസ്സിൽ ജോലിക്ക് പോകുമ്പോൾ ഞാൻ ആവർത്തിച്ച് പറഞ്ഞ് പ്രാർത്ഥിക്കും. അതുപോലെ തന്നെ ഓരോ വിഷമ ഘട്ടങ്ങളിലും വചനം പറഞ്ഞ് പ്രാർത്ഥിക്കുവാൻ എന്നെ അനുഗ്രഹിച്ചു. ഉടമ്പടി വഴി എനിക്ക് പ്രാർത്ഥിക്കാനുള്ള അനുഗ്രഹമാണ് കിട്ടിയത്. കൃത്യമായി പള്ളിയിൽ പോകാനും ഉപവാസം എടുക്കാനും അമ്മ മാതാവ് അനുഗ്രഹിച്ചു. പിന്നെ മാതാവിനെ വിളിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ഉടമ്പടി കാശുരൂപത്തിൽ നിന്നൊരു വെളിച്ചം എൻ്റെ മുഖത്തേക്കടിച്ചു. കഴിഞ്ഞ കൊല്ലം അർത്തുങ്കപ്പള്ളിയിൽ നടന്നു പോയപ്പോൾ ഉടമ്പടി കാശുരൂപം കയ്യിൽ വെച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് പോയപ്പോൾ എൻ്റെ കയ്യിൽ കരണ്ടടിക്കും പോലുള്ള അനുഭവം ഉണ്ടായി. അപ്പോൾ എനിക്ക് തോന്നിയതായിരിക്കും എന്ന് ഓർത്തുകൊണ്ട് ഞാൻ മറ്റേ കയ്യിലേക്ക് മാറി പിടിച്ചു. അപ്പോൾ അമ്മയുടെ സാമീപ്യത്തോടു കൂടി തന്നെയാണ് ഞാൻ ജപമാല റാലിയിൽ പോയത്. അവിടെ ചെന്ന അർത്തുങ്കപ്പള്ളിയിലേക്ക് കയറിയപ്പോൾ കർത്താവിൻ്റെ ക്രൂശിത രൂപത്തിലേക്ക് നോക്കിയപ്പോൾ കർത്താവ് അവങ്കലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖം ലജ്ജിച്ചു പോയതുമില്ല എന്നുള്ള തിരുവചനമാണ് എൻ്റെ മനസ്സിലേക്ക് വന്നത്. ഈ പ്രാവശ്യവും ജപമാല റാലിക്ക് പോകുവാൻ വേണ്ടി ഞാൻ നോമ്പുമെടുത്ത് ഒരു നേരത്തെ ഭക്ഷണം ഉപേക്ഷിച്ച് ഞാൻ ഉപവാസത്തോടു കൂടി പ്രാർത്ഥിച്ച് ഒരുങ്ങിയിരിക്കുകയാണ്. പിന്നെ കാരുണ്യ പ്രവൃത്തിയായിട്ട് ഞാൻ ഗവൺമെൻറ് ആശുപത്രിയിൽ പൊതിച്ചോറ് കൊണ്ടു കൊടുക്കുന്നു. വസ്ത്രമില്ലാത്തവർക്ക് പഴയ വസ്ത്രങ്ങൾ ശേഖരിച്ച് അവർക്ക് കൊടുക്കുന്നു. പിന്നെ വഴിയിലൂടെയൊക്കെ പോകുമ്പോൾ എന്നെക്കൊണ്ട് കഴിയുന്ന രീതിയിൽ ചെറിയതായിട്ടുള്ള സാമ്പത്തിക സഹായം ചെയ്യുന്നു. പത്രം ബസ്സിൽ പോകുമ്പോഴും പള്ളിയിലും ഒക്കെ കൊണ്ടുപോയി വിതരണം ചെയ്ത് പ്രാർത്ഥിക്കുന്നു. കൃത്യമായിട്ട് പ്രാർത്ഥിക്കുവാനും ഉപവാസം എടുക്കുവാനും പള്ളിയിൽ പോകാനും എല്ലാം ഞാൻ പഠിച്ചത് ഉടമ്പടി വഴിയാണ്. അതിന് യേശു അപ്പയ്ക്ക് അമ്മ മാതാവിനും കോടാനുകോടി നന്ദി പറയുന്നു. യെശയ്യാ പ്രവാചകന്റെ